ഹലോ എല്ലാവർക്കും ഏറ്റവും പുതിയൊരു സീരീസ് റിവ്യൂലേക്ക് നമ്മൾ പറയാൻ വേണ്ടി പോകുന്ന കരിക്കിൻ്റെ ഒരു പുതിയൊരു സീരീസ് ആയിരുന്നു മൊക്ക. അപ്പോൾ അതിൻ്റെ ഫൈനൽ പാർട്ട് കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്യുന്നതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. കരിക്കിനെ വെച്ച് ഞാൻ പറയാതെ തന്നെ അറിയാം, കരിക്ക് നമ്മളെ ഒരുപാട് പ്രതീക്ഷിക്കുന്ന സമയത്ത് ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടീം തന്നെയാണ് കരിക്ക് ടീമും. അപ്പോൾ ഒരു വീട്ടിൽ നിന്ന് കയ്യിൽ നിന്ന് കിട്ടിയ ഒരു നിധി പോലെയാണോ നമ്മുടെ മൊക്ക സീരീസ് എത്രത്തോളം വിജയിച്ചില്ല നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. കഴിഞ്ഞ എപ്പിസോഡ് ഞാൻ പറഞ്ഞപ്പോൾ ഒരുപാട് പേര് എന്നോട് പറഞ്ഞിരുന്നു കരിക്ക് വീണ്ടും പഴയൊരു ഫോമിലേക്ക് തിരിച്ചെത്തിയിട്ടില്ല, എന്തൊക്കെയോ ഒപ്പിച്ചെടുക്കുന്ന അവസ്ഥയാണ് കണ്ടപ്പോൾ തോന്നി, പഴയൊരു കരിക്കിനെ വീണ്ടും തിരിച്ചു കിട്ടുമെന്നൊക്കെ ചോദിച്ചിരുന്നു. എന്തായാലും തിരിച്ച് കിട്ടിയില്ലെന്നൊക്കെ നമുക്ക് ഫൈനൽ പാർട്ട് കണ്ടിട്ട് എന്തായാലും തീരുമാനിക്കാം. ഫൈനൽ പാർട്ടിനെ കുറിച്ച് പറയുമ്പോൾ ഏകദേശം 30 മിനിറ്റിൻ്റെ അടുത്ത് നമ്മുടെ ഈ ഫൈനൽ പാർട്ട് വരുന്നുണ്ട്. കുറച്ച് ഡ്യൂറേഷൻ വളരെ കൂടുതൽ തന്നെയാണ് പറയാനുള്ളത്. ക്വാളിറ്റി കാര്യത്തിൽ നിൽക്കുമ്പോൾ എല്ലാം ഒരു ഓക്കെ ലെവൽ തന്നെയായിരുന്നു. പക്ഷെ എത്രമാത്രം പ്രേക്ഷകർക്ക് ഒരു എന്താ പറയുക ഒരു ആത്മസംതൃപ്തി നൽകുന്ന ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡീറ്റെയിൽ തന്നെ അതിൽ വരാം. നമുക്കറിയാം ഇപ്രാവശ്യം കരിക്കിൻ്റെ ഫൈനൽ പാർട്ട് നോക്കി വെച്ചെങ്കിൽ കരിക്കിലെ ഒരുവിധം എല്ലാ ടീം അംഗങ്ങളും കരിക്കിലെ ഫൈനൽ പാർട്ടിൽ തന്നെ വന്നിട്ടുണ്ട് മൊക്കയുടെ സീരീസിൽ. നമ്മൾ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് അവിടെ നിന്നും നിർത്തി അവിടെ നിന്നാണ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്, ഒരു ലോഡ്ജും കാര്യങ്ങളൊക്കെ ആയിട്ട്. നമുക്കറിയാം ഒരു മയക്കുമെന്ന് ടീമിൻ്റെ പിന്നാലായിരുന്നു നമ്മുടെ മൊക്ക ടീം അല്ലെങ്കിൽ ധിക്കാരിസ് ടീം എന്ന് പറഞ്ഞിട്ടുള്ള ആ ടീം. ആ റൂം കണ്ടെത്തുന്നു, അവിടെ കുറച്ച് കോമഡി രംഗങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ അപ്പൂപ്പന്മാരായിട്ടാണ് വേഷം മാറ്റി നമ്മുടെ ധിക്കാരിസ് മാറിയിട്ടുള്ളത്. ആ കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള കഥാപാത്രം കാര്യങ്ങളൊക്കെ ഭയങ്കര ടൈമിങ് തന്നെയാണ്. അവരുടെ കോമഡിയും കാര്യങ്ങളൊക്കെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി. അവിടെ നിന്ന് മുന്നോട്ട് പോകുന്നു. അതിനിടയ്ക്ക് നമ്മുടെ ലോലൻ കയറി വരുന്നുണ്ട്, ശംഭു വരുന്നുണ്ട്, അങ്ങനെ ഒരുപാട് താരങ്ങൾ കടന്നു വരുന്നുണ്ട്. ലോലിൻ്റെ ഫ്രണ്ടായിട്ട് ശംഭു വരുന്നുണ്ട്, ഒരു നാട്ടിൻ പുറത്തുള്ള ഒരു ചെറുപ്പക്കാരൻ ആക്കിയായിട്ട് കാണുമ്പോൾ തന്നെ ലുക്കും കാര്യങ്ങൾ കാണുമ്പോൾ ചിരിപ്പിക്കാനുള്ള വകക്കുണ്ടെന്ന് നമുക്ക് തോന്നുന്നു. പക്ഷേ ആ ചിരിപ്പിക്കാനുള്ള വക തന്നെ അദ്ദേഹം ഒരിക്കൽ നല്ല രീതിയിൽ തന്നെ ചെയ്തത്. കാരണം അദ്ദേഹത്തിൻ്റെ ബാറ്റ് കൊടുത്തിട്ട് കുടിപ്പിച്ച് കിടത്തുമ്പോൾ വാക്കുകൾ കാണിക്കുന്നുണ്ട് ഫിറ്റായിട്ട്. അതിനിടയ്ക്ക് അദ്ദേഹത്തിൻ്റെ അളിയും കടന്നു വരുന്നുണ്ട്, നമ്മുടെ കൃഷ്ണകുമാറും കടന്നു വരുന്നുണ്ട്. ആളും ഒരു ആക്ഷൻ അതിലെ പോലീസിൻ്റെ ഡബ്ബാര കോമഡിയും ആ ടൈമും കാര്യത്തിനാണ്. എടുത്തു പോലെ ഒരു പയ്യനുണ്ട് ഇതിൽ, ഒരു ലോഡ്ജിൽ ഒരു പെട്ടി കൊണ്ടാക്കി വേണ്ടി ശ്രമിക്കുന്ന ഒരു പയ്യൻ, ഒരു ആക്ഷൻ അതിൻ്റെയൊക്കെ നമ്മുടെ ഒരുപാട് പോലീസുകാരും കടന്നു വരുന്നു. അവർ ബാഗ് എടുത്ത് കിടന്ന് ഓടുന്നു. പിന്നീടുള്ള ചേസിങ് കാര്യങ്ങളൊക്കെ ഓക്കെ ലെവലിൽ തന്നെയായിരുന്നു. ഒരു കാർ അടിച്ചു വന്ന സീൻസൊക്കെ കാണിക്കുന്നുണ്ട്. ഒരു ആക്ഷൻ ഉണ്ടാകുന്നില്ല, കിരണ്ട എക്സ്പ്രഷനും ആ റോഡ് സൈഡിലുള്ള ഡയലോഗും കാര്യങ്ങളൊക്കെ അപാരമായിട്ട് തന്നെ ചെയ്തിട്ടുള്ളത്. ആ കാറിൽ നിന്ന് ഇറങ്ങിയ ശേഷം ഒരുവിധം ഒരു ഒപ്പിച്ചെടുത്ത അനുഭവമായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം കരിക്കിൽ നിന്ന് കൈവിട്ട് പോയിട്ടുള്ളൊരവസ്ഥ എങ്ങനെയാണ് എവിടെ കൊണ്ട് അവസാനിപ്പിക്കണം, അല്ലെങ്കിൽ ആ സീൻ വന്ന ശേഷം എങ്ങനെയാണ് കൊണ്ട് തീർക്കുക, ഒരുവിധം നമ്മൾ ഒപ്പിച്ചെടുക്കില്ല, തുന്നിച്ചേർത്ത ഒരു അവസ്ഥയെന്ന് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. അതിൽ നിന്ന് അവർ വീണ്ടും കീഴടങ്ങിയിട്ട് അവസാന ഭാഗത്ത് എത്തുമ്പോൾ ഒരു കുടുകുട ചെറുപ്പിക്കുന്ന സീൻസ് കാര്യങ്ങൾ മുഖംമൂടി വെച്ചിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ കിരൺ പറയുന്നുണ്ട് പോടാ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ തോക്കോട്ട് കാണിക്കുന്നുണ്ട്, തീർക്കുന്നു കാണിക്കുന്നുണ്ട്. അങ്ങനെ ചെന്ന് അവസാനിച്ചിട്ടുള്ള ഭാഗമൊക്കെ ആ ചില ഭാഗങ്ങൾ ഓക്കെ ലെവൽ തന്നെയായിരുന്നു. ഈ കരിക്കയെ കുറിച്ച് പറയുമ്പോൾ അവരെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ പ്രകടനം, അതായത് അവർ ചെയ്യുന്ന രീതി ഒരു തരത്തിലും കുറഞ്ഞു പോകില്ല, ഒരു ഓക്കെ ലെവൽ തന്നെയായിരുന്നു അവർ പ്രകടനം. ഡയറക്ഷൻ ആണെങ്കിലും മേക്കിംഗ് ആണെങ്കിലും എല്ലാം തന്നെ ഓക്കെ ലെവൽ തന്നെയാണ്. പക്ഷേ കോമഡിയാണ് കരിക്ക് ടീമിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ കരിക്ക് ടീമിന് വേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോ പ്രശ്നം അതിൽ കോമഡി മനസ്സ് തുറന്ന് ചിരിക്കാനുള്ള ഒരു വകയുണ്ടാവുക എന്ന് വെച്ചാൽ കരിക്കിൻ്റെ പഴയൊരു കോമഡി ഒക്കെ എടുത്താൽ പോലും അവർ ചിരിപ്പിക്കേണ്ട ഒരുപാട് സംഭവവികാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഓരോ എപ്പിസോഡ് കുറഞ്ഞു വരുമ്പോഴും കുറഞ്ഞു വരുന്ന അവസ്ഥ തന്നെയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുട്ടിന് നമ്മൾ തേങ്ങാപ്പീര കൊടുക്കുന്ന പോലെ ഇടയ്ക്കൊക്കെ കുറച്ച് തേങ്ങാപ്പീര ഇട്ടുന്ന പോലെയാണ് കോമഡിയും കാര്യങ്ങളൊക്കെ. ഇടയ്ക്ക് വന്ന് കോമഡി മാറും, പിന്നീട് എന്തോ തന്ത്രപ്പാട് പെടുന്ന പോലെയാണ് കണ്ടപ്പോൾ എനിക്ക് എങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. എന്തെങ്കിലും ഫൈനൽ പാർട്ടിനെ കുറിച്ച് പറയുമ്പോൾ ആവറേജ് അല്ലെങ്കിൽ അതിനേക്കാൾ കുറച്ച് മുകളിൽ നിൽക്കുന്ന അവസ്ഥയാണ് മുക്കയുടെ ഫൈനൽ പാർട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതേപോലെ തന്നെയാണ് അഭിപ്രായം നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. നിങ്ങൾ ആ സീരീസ് കണ്ടിട്ടുള്ള വ്യക്തിയാണെങ്കിലും നിങ്ങൾക്ക് അഭിപ്രായം രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഇപ്പോൾ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് പരിഗണിക്കുക. വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് കാത്തിരിക്കുക. അതായിരിക്കും ബൈ ഫ്രണ്ട്സ്.